ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 കാലമായിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ അച്ഛൻ്റെ പിറന്നാളാണ്. അച്ഛൻ്റെ നാട് ഭരണിയാണ്, കൊടുങ്ങല്ലൂർ ഭരണിയാണ്. അപ്പം അച്ഛൻ്റെ പിറന്നാളാണെന്ന്. അപ്പോൾ ഞാൻ എല്ലാവരെയും 12 മണിക്ക് വിളിച്ചിവിടെ എല്ലാവരെയും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പതിവ് തെറ്റിക്കില്ല. അച്ഛൻ നേരത്തെ 10 മണിയാകുമ്പോഴേക്കും കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങിയതാണ്. അച്ഛൻ എന്തായാലും വിളിക്കുക. അച്ഛൻ ചിലപ്പോൾ ചീത്ത പറയും. 14 സാറില്ല, നമുക്ക് അച്ഛനെ വിളിച്ച് എന്തായാലും വിഷയം, എല്ലാവരും വിളിച്ച് വിഷയം എന്തല്ലേ. ഫോൺ എടുക്കാവോ? ഹലോ, ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to you. Happy birthday dear Kutten. Happy birthday to you. ശരി ട്ടാ, ഓക്കെ. വായിക്കാം. അച്ഛനോട് ഞാൻ നേരത്തെ ചെയ്ത് വിളിക്കുന്നത് ഇല്ല കേട്ടോ. അച്ഛനോട് പറഞ്ഞിട്ടില്ല. അച്ഛൻ നല്ല ഉറക്കത്തിലായിരുന്നു. അച്ഛൻ പേടിച്ചിട്ടുണ്ടാകും നമ്മൾ വിളിച്ചപ്പോൾ എന്താണാവോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം പിന്നെ എന്തായാലും ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ചേട്ടന്മാർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് വർക്കൗട്ട് ആണോ എന്നറിയില്ല, ഇല്ലേ? അപ്പം ഒന്നും വർക്കൗട്ട് ആവില്ലെങ്കിൽ ഞങ്ങൾ വൈകുന്നേരം എല്ലാവരും ബർത്ത്ഡേ പോലെ തന്നെ കേക്ക് മുറിച്ച് ആഘോഷിച്ച് എന്തെങ്കിലും ഫുഡ് എങ്ങാനും കഴിക്കാൻ പോയിരിക്കുമെങ്കിൽ ഫുഡ് വാങ്ങിക്കുകയായിരിക്കും. അങ്ങനെയാണ്. അതല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു. അത് നടക്കുമോ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഞങ്ങളിപ്പോൾ എന്തായാലും ഉറങ്ങാൻ പോകാൻ കേട്ടോ. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളപ്പം മുട്ടക്കറിയാണ്. അപ്പോൾ അതേ അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അഞ്ചു ചേച്ചിയാണെങ്കിൽ ഉണ്ണികൾക്ക് ഫുഡ് കൊടുക്കുകയാണ്. ആ കണ്ടടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. തിരക്കുണ്ടായിരുന്നമ്മ? ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല അല്ലേ? അച്ഛനും അമ്മയും കൂടിയിട്ട് രാവിലെ തന്നെ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു. അവിടെ നല്ല തിരക്കാന്ന് പറഞ്ഞു. കാരണം എന്താ ഭരണി ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് എന്തായാലും തൊഴാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എന്താ പറയുക, പുറത്തുനിന്ന് തൊഴുതെന്ന് പറഞ്ഞു അച്ഛനും അമ്മയും. അങ്ങനത്തെ അച്ഛൻ നമ്മുടെ പിറന്നാളുകാരൻ എത്തിയിട്ടുണ്ട്. അവർ രണ്ടുപേരും പുറത്തുനിന്ന് മസാല ദോശ ഒക്കെ കഴിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ കുളി രാവിലെ തന്നെ ഇപ്പം ഞാൻ കഴിച്ചിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതിൻ്റെ ഇടയിൽ നിന്ന് പോയി കുളിക്കാനായിട്ട് സമയമില്ല. അതുകൊണ്ട് വൈകുന്നേരം കുളിക്കാം. അപ്പോൾ രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ ഇവരെ എനിക്കിനേക്കാളും മുന്നേ തന്നെ എന്താ പറയുക എണീറ്റ് ഞാൻ കുളിക്കും. അപ്പോൾ ഒരു പരിപാടി കഴിഞ്ഞു. പിന്നെ എന്താ, അച്ഛൻ്റെ വന്നപ്പോൾ തന്നെ അച്ഛനൊരു ഗ്ലാസ് വെള്ളം കൊടുത്തു. നല്ല ചൂടാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും. നമുക്ക് ഇന്ന് വെള്ളപ്പം മുട്ടക്കറിയാണ്. അപ്പം അച്ഛനും അമ്മയും പുറത്തുനിന്ന് മസാല ദോശ കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളപ്പം കുറച്ചും കൂടി പൊന്താനുണ്ടായിരുന്നു. അപ്പം അത് ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു സെറ്റായിട്ടുണ്ടാവും. കൊടുക്കട്ടെ. ഒന്നാമത് കുറേ നേരം വൈകി. ഗൈസ്, അപ്പം ഞങ്ങൾ പ്ലാൻ ബി ആക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പൊയ്യയിൽ മറ്റേ ചെമ്മീൻ കെട്ടിൻ്റെ നടുക്കിലായിട്ടൊക്കെ ഒരു എന്താ പറയുക റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പോയിട്ടില്ല, ചേട്ടൻ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് എല്ലാവരും റെഡി. പെട്ടെന്നായിരുന്നു എല്ലാം സംഭവിച്ചത്. സാധാരണ ഞങ്ങൾ വൈകിട്ടാണ് എങ്ങനെയെങ്കിലും പോകാറ്. ഇന്നിപ്പോൾ അങ്ങോട്ട് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഭയങ്കര ത്രില്ലാണ് കാണാനായിട്ട്. കാരണം ഭയങ്കര സംഭവം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് അപ്പോൾ അതേ ഞങ്ങൾ വാതിലും പൂട്ടി പുറത്തിറങ്ങി കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. ഈ ടോപ്പും വാങ്ങിച്ചതാണ്, ഈ സ്കേർട്ടും വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഒത്തിരി പേരുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മുടെ കാശിക്കുട്ടൻ ഇപ്പോഴേ റെഡിയാണ്. ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും എന്താ പറയുക റെഡിയാണ്, സെറ്റാണ് അച്ഛൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ. വെള്ള
അഞ്ചു ചേച്ചിയും ചേട്ടനും വണ്ടിക്കായിട്ട് പോയത്. അപ്പോൾ ചേച്ചി കാറില്ല എന്ന് പറഞ്ഞു. ചേട്ടൻ്റെ കൂടെ പോകാനായിട്ട് നല്ല ചൂടാണ്, പക്ഷെ എന്നാലും ചേച്ചിക്ക് പോയേ പറ്റൂ. ഹലോ, ഓക്കെ അല്ലേ? ನನ್ನ ಬ್ಯಾಕಿಲ್ ಅಚ್ಚಿ ಮಾಡக்கூட போறங்க ನನ್ನು ಅಲ್ಲೂ போறங்க മാർക്കുട്ടി നമ്മളെ ഇവിടെ പോണെന്നറിയോ? അച്ഛൻ കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും ചേച്ചിക്ക് പുതി മതിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കാശിക്കുട്ടനെങ്കിലും തകാരം നല്ല ചൂടാണ്, ക്ലാവിനെ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ക്ലാവ് കുഴഞ്ഞു വീഴും, അത്രയ്ക്ക് ചൂടാണ്. പിന്നെന്താ ഇത് വരുന്നത് പൊയ്യലാണ്. അച്ഛൻ്റെ കടയൊക്കെ കഴിഞ്ഞു പോയിട്ട് ആണ് കേട്ടോ. അപ്പം കുറച്ച് അത്യാവശ്യം ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക്. തൃശ്ശൂരൊക്കെ പോണ റൂട്ട് പോലെ അല്ലേ? ഫൈനലി ഇതാ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, ഈ റോഡ് നല്ല രസമുണ്ട്. അപ്പുറത്ത് ഇങ്ങനെ എന്താ പറയുക ചെമ്മീൻ കെട്ടൊക്കെ ആയിട്ട്, പിന്നെ നല്ല തിരക്കും ഉണ്ട് ഇവിടെ. നല്ല ആംബിയൻസ് ആണ്, അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമ്മളൊരു എൻട്രി ടിക്കറ്റ് എടുക്കണം. പിന്നെ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടേക്ക് നടക്കാനുണ്ട്, അതുകൊണ്ട് അവർ തന്നെ നമുക്ക് കൊട പ്രൊവൈഡ് ചെയ്യും. ഞാൻ പിടിക്കാം. യെസ്, നമ്മളിവിടെ എത്തിപ്പോയിരിക്കുകയാണെങ്കിൽ എത്തിപ്പോയിരിക്കുകയാണ്. കാണാൻ അടിപൊളിയാണല്ലോ. നല്ല വൈബൊക്കെയാണ്, പക്ഷെ സീറ്റിംഗ് കുറച്ച് കുറവാണ്. ചേച്ചിക്ക് എന്തൊരു പറയാനുള്ള ഇവിടുത്തെ ഇതിനെ കുറിച്ച് കണ്ടിട്ട്? പാറു പോകോ വാ ചലോ വാ. ഇവിടെ ഒരു സീറ്റിംഗ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് കുറേ പേര് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞനുസരിച്ചാണ് അവിടേക്ക് ഇൻഫോം ചെയ്തിട്ട് ആൾക്കാരെ വിടുക. പിന്നെ നമ്മൾ അച്ഛന് സർപ്രൈസ് ആയിട്ട് വാച്ചൊക്കെ വാങ്ങിച്ചിട്ട് അത് സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്നൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വലിയൊരു സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഓർഡർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3 ചട്ടിച്ചോറ്, 2 ബിരിയാണി, അമ്മയ്ക്ക് റൈസൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ചേട്ടൻ സാധാ ഊണും കറിയാണ് പറഞ്ഞിട്ടുള്ളത്. അഞ്ചിൻ്റെ അടുത്ത് കുറച്ചും കൂടെ നെയ്യുന്ന ചേട്ടനോട് ഇരിക്കുക. ഇപ്പം എന്തായാലും നല്ല രസമാട്ടോ, കാരണം ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുന്നത് കുറച്ച് കുറവാണ് എല്ലാവരുമായിട്ട്. രാത്രിയാണ് പോക്ക്. ഇവിടെ നല്ല രസമുണ്ട്, ചുറ്റും വെള്ളക്കെട്ടൊക്കെ ആയിട്ട് നല്ല കാറ്റും അതേപോലെ തന്നെ ചൂടൊക്കെ ഉണ്ട്. എനിക്ക് നല്ല മനസ്സിന് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് തോന്നി നമ്മളെല്ലാവരും കൂടി വരുമ്പോൾ. അപ്പോൾ കാശിക്കുട്ടനും പിള്ളേരെല്ലാവരും നല്ല ത്രില്ലാണ് എന്തായാലും. അപ്പോൾ കാശ് നമ്മുടെ ചട്ടിച്ചോറ് എത്തിയിട്ടുണ്ട്. ചട്ടിച്ചോറ് കാണാനായിട്ട് ബഹുലമാണ്. എന്തൊക്കെയാണ് ഐറ്റംസ്? ചിക്കൻ, ബീഫ്, ഞണ്ട്, കക്ക, മീൻ കറി, അതൊക്കെ ആയിട്ട് നന്നായിട്ടുണ്ട് കാണാനൊക്കെ. പിന്നെ പരിപ്പ് കറി, അച്ചാറൊക്കെ ആയിട്ട് അത്യാവശ്യം കറികളൊക്കെ ഉണ്ട്. അപ്പോൾ പരിപ്പ് കറി എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അത് അങ്ങോട്ട് നീക്കി വെച്ചു. പിന്നെ ചിക്കനൊക്കെ ഒരേ പീസേ ഉള്ളൂ കേട്ടോ. ഞണ്ട് 2 കഷ്ണമുണ്ട്, ബീഫ് ഒരു 3-4 കഷ്ണമുണ്ട്. സൈഡ് ഡിഷസിൻ്റെ എണ്ണം കുറച്ച് കുറവാണ്. ചിക്കനൊക്കെ ആകെ ഒരേ ഒരു പീസുള്ളൂ, ചെറിയൊരു ചിക്കൻ പീസുള്ളൂ. പക്ഷെ കക്ക നല്ല രസമുണ്ടായിരുന്നു. അതേപോലെ തന്നെ പച്ചപ്പയറൊക്കെ ആയാലും നല്ല രസമുണ്ടായിരുന്നു, കറികളൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയാണ്. അതായത് വായിൽ എപ്പോൾ കാണുമ്പോഴും എന്താ പറയുക വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ സ്പെഷ്യലായിട്ട് എത്തിയിട്ടുണ്ട്. അച്ഛന് നമ്മൾ ബിരിയാണി കൊടുക്കുന്നത് ഇങ്ങനെ കേട്ടോ. അത് ബിരിയാണി അല്ല ഗൈസ്, നമ്മൾ വാങ്ങിച്ച വാച്ചാണ്. അപ്പോൾ അച്ഛന് മാത്രം സ്പെഷ്യലായിട്ടായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അച്ഛന് ആദ്യം ഇത് മനസ്സിലായില്ല. പിന്നെ ഇതെന്താ സംഭവം, ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ഉണ്ടല്ലോ. അച്ഛൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി.
അതൊന്നും കൂടി പൊക്കൊന്ന്. എന്റെ കുട്ട കഴിഞ്ഞ ദിവസം പോയിട്ട് ഒരു വാച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഗോൾഡൻ കളറുള്ള വാച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ വാച്ച് ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ഛന് ഇന്ന് കിട്ടാൻ കാരണം നമ്മുടെ കടയിൽ അവിടെ കാനര ബാക്കിലായിട്ട് കാനര പണി നടക്കണോണ്ട് അച്ഛൻ കുറച്ച് ദിവസത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. അതാണ് അച്ഛന് ഇന്ന് കിട്ടാൻ കാരണം. അല്ലെങ്കിൽ അച്ഛന് ഈ ചൊവ്വാഴ്ച ബുധനാഴ്ച ദിവസങ്ങളിലൊന്നും അച്ഛന് കിട്ടില്ല. ആകെ ഞായറാഴ്ച ദിവസമേ കിട്ടുള്ളൂ. അതും അച്ഛന് കുറേ പരിപാടികൾ അന്നത്തെ ദിവസം. അപ്പോൾ അച്ഛന് എന്തായാലും എന്താ പറയുക, അച്ഛൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. അച്ഛൻ ഇങ്ങനത്തെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചില്ല. നമ്മളെല്ലാവരും കൂടി പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നത് അത്രേ ഉള്ളൂ, അങ്ങനെ വിചാരിച്ചുള്ളൂ. പക്ഷെ ഇങ്ങനെ ഗിഫ്റ്റ് കൊണ്ടുവരുന്നത് അച്ഛൻ പ്രതീക്ഷിച്ചില്ല. അച്ഛന് ഭയങ്കര സന്തോഷമായി. ഗിഫ്റ്റ് കൊടുക്കൽ പരിപാടി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളൊന്നും നോക്കില്ല, നേരെ ചോറിലേക്ക് അങ്ങോട്ട് കടന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ടേസ്റ്റൊക്കെ അടിപൊളി തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നന്നായിട്ട് വിശന്നിരിക്കുന്ന സമയമായിരുന്നു. കാലത്ത് വലുതായിട്ടൊന്നും തട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല വിശപ്പും ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ അത്യാവശ്യം സീ ഫുഡൊക്കെ ഉണ്ട്. അതായത് ചെമ്മീൻ, അങ്ങനെ സീസൺ അനുസരിച്ചുള്ള എല്ലാ ഫിഷും ഇവിടെ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുള്ളത് ചെമ്മീൻ വാങ്ങിച്ചു, അതേപോലെ തന്നെ ബീഫ് കറിയും വാങ്ങിച്ചു. ചെമ്മീൻ റോസ്റ്റായിട്ടാണ് വാങ്ങിച്ചത്. ഇത് രണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇച്ചിരി കോളൊരു ചെറിയൊരു ആന്തലുണ്ടായിരുന്നു, പക്ഷെ എന്നാലും നൈസായിരുന്നു കേട്ടോ. ഈ ചട്ടിച്ചോറ് ഫുള്ളും സാധാരണ ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് എന്താ പറയുക തിന്ന് തീർക്കാൻ പറ്റാത്തതാണ്. പക്ഷേ നല്ല വിശപ്പിൻ്റെയും ടേസ്റ്റിൻ്റെ ഒക്കെ പുറത്ത് ആ ചട്ടിച്ചോറ് ഞങ്ങൾ എല്ലാവരും ഫിനിഷ് ചെയ്തു ഓരോരുത്തരുടെയും. നിഖിലേട്ടനൊക്കെ നല്ല അടിയായിരുന്നു, എന്താ പറയുക, അടിച്ച് പീസൊക്കെ ഇരുന്നു, വേറെ ഒന്നും നോക്കിയില്ല. അപ്പോൾ അല്ലൂസും മൈനൂസും ഉറങ്ങുന്നതുകൊണ്ട് എനിക്ക് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ട. പിന്നെ അപ്പോഴേക്കും നമ്മുടെ കാശിക്കൂട്ടനെ എണീറ്റിരുന്നു, മൈനൂസും പെട്ടെന്ന് എണീറ്റു. അപ്പോൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ അവസാനമാണ് നമ്മുടെ അല്ലുക്കുട്ടനെ എണീറ്റത്. അപ്പോൾ അവനും 2 ദിവസം വായ വെച്ച് കൊടുത്തു. ഭാഗ്യത്തിന് എന്താണ് അവ കഴിച്ചു. ഇവരെ പിന്നെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫുഡ് കഴിക്കും. അതങ്ങനെയാണ് നമ്മുടെ ടീംസ്. പുറത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴേ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ കാശിക്കൂട്ടന് ഭയങ്കര ഹാപ്പിയാണ്. മാങ്ങാക്കറിയും പപ്പടമൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു പിടി പിടിച്ചിരിക്കുകയാണ് കുട്ടി. ഇനി ഇവരൊന്ന് നീക്കിയിട്ട് വേണം നമ്മൾ അഞ്ചു ചേച്ചിക്ക് ഫുഡ് കഴിക്കാനായിട്ട്. നമ്മുടെ അമ്മയുടെ കയ്യിൽ നന്നു ഇരിക്കുന്നുണ്ട്. നന്നു മറ്റേ ബിരിയാണി റൈസായിട്ടാണ് കഴിക്കുന്നത്. എന്താണ് അവ വായ തുറന്ന് കഴിക്കുന്നുണ്ട്. അല്ലൂസ് എൻ്റെ അടുത്ത് ചാടി അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അല്ലൂസും കഴിക്കുന്നുണ്ട് ബിരിയാണിയുടെ റൈസ്. വേണ്ടത് ബാബാ വെയിറ്റ് 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 വെയിറ്റ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ
ഞങ്ങൾ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പൈനാപ്പിൾ ജ്യൂസും പിന്നെ ലെമണും പിന്നെ ഗ്രേപ്പ് ജ്യൂസും. അപ്പോൾ പാറൂസിനും പിള്ളേർക്ക് എല്ലാവർക്കും ചെറുതായി തൊണ്ടവേനൊക്കെ ഉണ്ട്. പക്ഷെ എത്ര പറഞ്ഞാലും പിള്ളേരായതുകൊണ്ട് അവർക്ക് എന്തായാലും കേക്കില്ലല്ലോ. അപ്പം ഞാൻ പിശിങ്ങിയാണ് കൊടുക്കുന്നത്. പാറക്കുട്ടനൊക്കെ ആണെങ്കിൽ നല്ല ചുമയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനേക്കാൾ അപ്പുറമാണ് നമ്മുടെ 3 പിള്ളേരും. ഇവർക്ക് ആണെങ്കിൽ ഇങ്ങനത്തെ തണുത്ത ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതിന് ചുറ്റും നേരത്തെ കണ്ടപ്പോലെ എന്താ പറയുക വെള്ളക്കെട്ടാട്ടോ, നല്ല രസം, നല്ല കാറ്റുണ്ട്. അതായത് ചൂടിൻ്റെ ആ ഒരു ശക്തി ഈ കാറ്റ് കൊണ്ടുപോകുന്ന അറിയില്ല. അതുകൊണ്ട് ഇവിടെ വെക്കാനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ഈ പിള്ളേരൊന്നും ഇവിടെ വന്നിട്ട് ഇതേപോലെ കൈവിടാനൊന്നും പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെവിടെയെങ്കിലുമൊക്കെ ഓടിപ്പോകും. കാരണം 4 ചുറ്റും വെള്ളമായതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഇവർ ഇവിടെ വരുമ്പോൾ ഭയങ്കര എന്താ പറയുക ഫ്രീഡം കിട്ടിയ പോലെയാണ്. നല്ല കാറ്റും നല്ല പ്രകൃതി രമണീയതയൊക്കെ ആയിട്ട്. കുട്ടാ എന്തായിരുന്നു ഫുഡ്? രാത്രി കൊണ്ടുവരും ഇങ്ങോട്ടേക്ക്. അല്ല, ഉച്ചരിഞ്ഞിട്ട്. ആ പിള്ളേരെ നാലത്തിന് വീട്ടിലെത്തിയിട്ട് വന്നാലോ? അതല്ല കുറച്ചുകൂടി ഏട്ടാ, പിള്ളേരെ നാലത്തിന് വീട്ടിലെത്തിയിട്ട് നമുക്ക് മാത്രമല്ല. ഞാനും മോനും പെട്ടെന്ന് സ്കിഡായി തെറ്റി ഈ പുഴയിൽ വീണിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാദ്യം രക്ഷിച്ചായ? അങ്ങനെ പറയരുത്, അത് നമ്മൾ പിള്ളേരെ രക്ഷിക്കണ്ടേ. സുഖിപ്പിക്കാൻ പറഞ്ഞാണല്ലോടാ. നിന്റെ സന്തോഷമല്ലടാ എന്റെ സന്തോഷം. സ്വാഭാവികമായിട്ട് നമ്മളത് ആദ്യം രക്ഷിക്കുക. ആദ്യം നമ്മളെ പിള്ളേരെ രക്ഷിക്കും. അതിനുശേഷം നീ കുറെ നേരം വെള്ളത്തിൽ കിടക്കും. എനിക്ക് റെഡി അതുകൊണ്ടാ അവർ ബാക്കിൽ കാണിച്ചത് അവരും നിർക്കാൻ മിതങ്ങൾ വരുന്നുണ്ടല്ലോ. അച്ഛനും അഞ്ചു ചേച്ചിയും നാളൊരു പാർക്കലുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി കയറിയിരിക്കുക കേട്ടോ. ഫാൻസി മെറ്റൽ ആൻഡ് വെസൽസ്. ഹലോ, അച്ഛന്റെ സ്വത്ത് ഏതാണ്? അച്ഛന്റെ സ്വത്ത് ഏതാണ്? ഞങ്ങൾ ബർത്ത്ഡേ ഒക്കെ എന്തായാലും നല്ല രീതിക്ക് ആഘോഷിച്ചല്ലോ. വെച്ചാൽ നമ്മൾ ഒരുമിച്ച് പുറത്തു പോയതിൽ ഇന്ന് പുറത്തു പോയപ്പോ നല്ല രസം ഉണ്ടാവുമല്ലോ. ആ ഒരു സ്ഥലവും സംഭവങ്ങളും നമ്മൾ രാത്രി പുറത്തു പോണ പോലെ അല്ല. അവിടെ നല്ലൊരു ആംബിയൻസ് ഒക്കെ ആയിരുന്നു. നല്ലൊരു അന്തരീക്ഷം തന്നെ. എനിക്കും നല്ലൊരു എന്താ പറയാ, ഇനിയാലും പോകണമെങ്കിൽ അങ്ങോട്ട് പോയാൽ മതി. അതായത് നല്ല രസമുണ്ട്. എല്ലാവരും കൂടി ഇത് ഭക്ഷണം കഴിക്കാനും ചുറ്റും വെള്ളക്കെട്ടൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. എന്നാലും ഹാപ്പി അല്ലേ? വാച്ചൊന്നും കിട്ടിയില്ലേ പുറത്തു മുമ്പിൽ? അതെ, ഓക്കെ ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ബർത്ത്ഡേ വീഡിയോ എല്ലാവരും കാണണം. നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുന്ന, ഷെയർ, സപ്പോർട്ട് ചെയ്യണം. ഗുഡ് ആൻഡ് ബൈ ബൈ.